രാഹുൽ, കേന്ദ്ര ബജറ്റ് പ്രഖ്യാപനം പൂർത്തിയായിരിക്കുന്നു. കേന്ദ്ര ബജറ്റിൽ കേരളം പ്രതീക്ഷിച്ചതുപോലെ എയിംസോ മറ്റു കാര്യങ്ങളോ അതിവേഗ റെയിലോ ഒന്നുമില്ല. ശരിക്കും പറഞ്ഞാൽ കേരളത്തിന് പൂർണ്ണ അവഗണന എന്ന് തന്നെ പറയേണ്ടി വരും. ഇതിനൊപ്പം തിരിച്ചടി കിട്ടുന്ന ഒരു MP-യുടെ പേരുണ്ട്. സുരേഷ് ഗോപി MP എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹം കേരളത്തിൽ എയിംസ് കൊണ്ടുവരുമെന്ന് പലതവണ പറഞ്ഞിട്ടുണ്ട്. ഇതിന്റെ പേരിൽ പലരുമായി പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്, വിവാദങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ കേരളത്തിന് എയിംസ് ഇല്ല, കേരളത്തെ കേന്ദ്രം തഴഞ്ഞിരിക്കുന്നു അല്ലെ? കേരളത്തെ കേന്ദ്രം തഴഞ്ഞിട്ടൊന്നുമില്ല. കേരളത്തെ നല്ല രീതിയിൽ കേന്ദ്രം പരിഗണിച്ചിട്ടുണ്ട്. എങ്ങനെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കേരളത്തെ മൂടോടെ കുഴിച്ചെടുത്തുകൊണ്ട് പോകാനുള്ള പദ്ധതികൾ ആലോചിച്ച് വെച്ചിട്ടുണ്ട് കേന്ദ്രം. അതായത് കേരളത്തിൽ നിന്ന് ധാതുക്കൾ ഖനനം ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടി നമുക്കറിയാം, കേരളത്തിൽ ഒരുപാട് ധാതുക്കളുണ്ട്. കേരളത്തിന്റെ കടൽ തീരത്താണെങ്കിലും കേരളത്തിലെ മണ്ണിലാണെങ്കിലും അത്രത്തോളം ധാതുക്കളുള്ള സ്ഥലമാണ്. യുറേനിയം പോലുള്ള പല ധാതുക്കളും കേരളത്തിന്റെ മണ്ണിലുണ്ട് എന്ന് നമുക്കറിയാവുന്ന കാര്യമാണ്. അപ്പൊ ഇത് മൂടോടെ കുഴിച്ചെടുത്ത് കൊണ്ടുപോകാനുള്ള പദ്ധതികൾ കേന്ദ്രം ആലോചിക്കുന്നുണ്ട്. അതിൽ കേരളത്തെ പരിഗണിച്ചിട്ടുണ്ട് എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അപ്പൊ കേരളത്തെ മൂടോടെ കുഴിച്ചുകൊണ്ട് പോകാനുള്ള പദ്ധതികൾ തുടങ്ങിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ MP പറഞ്ഞതനുസരിച്ച് ആലപ്പുഴ ടൗണിൽ ഇപ്പോൾ സെന്ററിൽ നാളെ എയിംസ് വരും എന്ന് അദ്ദേഹം തീർത്ത് പറഞ്ഞിരുന്നു. വരുമായിരിക്കാം. ഏത് കൊല്ലം എന്ന് അദ്ദേഹം കൃത്യമായിട്ട് പറഞ്ഞിട്ടില്ല. അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, ഞാൻ MP ആയിരിക്കുന്ന കാലത്തോളം എയിംസ് വരും. പക്ഷെ MP ആയിരിക്കുന്നത് 5 കൊല്ലമാണ്. അതിനുശേഷവും അദ്ദേഹം MP ആയിരിക്കുമോ ഇല്ലയോ എന്ന് നമുക്കറിയത്തില്ല. അപ്പൊ എന്താണെങ്കിലും ഇപ്രാവശ്യവും അതിവേഗ ട്രെയിനും ഇല്ല, എയിംസും ഇല്ല. എയിംസിനെ പറ്റി വലിയ രീതിയിലുള്ള വിവാദങ്ങളായിരുന്നു ഇടക്കാലത്ത് വെച്ച് വന്നുകൊണ്ടിരുന്നത്. അതിന് പ്രധാനപ്പെട്ട കാരണം സുരേഷ് ഗോപി തന്നെയാണ്. നിങ്ങൾ എന്താണ് ഇത്രയും വർഷമായിട്ട് കാണിച്ചുകൊണ്ടിരിക്കുന്നത്? ഇടതും വലതും മാറി മാറി ഭരിച്ചിട്ടും ഒരു എയിംസ് പോലും ഇവിടെ കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടെങ്കിൽ പിന്നെ നിങ്ങൾ എന്തിനാണ് ഭരിക്കുന്നത് എന്നാണ് സുരേഷ് ഗോപി ചോദിച്ചത്. പക്ഷേ കേരളത്തിൽ ഭരണമില്ലാതെ ഒരു ഒറ്റ MP ഉണ്ടായിട്ട് ഞാൻ എയിംസ് കൊണ്ടുവരും, അത് എവിടെയാണെന്നുള്ള കാര്യത്തിൽ എയിംസ് കൊണ്ടുവരാൻ വേണ്ടി മാത്രം നിങ്ങൾ എന്നെ MP ആക്കൂ എന്ന് പറഞ്ഞുള്ള ആളാണ് സുരേഷ് ഗോപി. എയിംസ് എന്നാൽ സുരേഷ് ഗോപി MP എന്നുള്ള പര്യായത്തിലേക്ക് വരെ കാര്യങ്ങൾ നീങ്ങുന്ന തരത്തിൽ അദ്ദേഹം പ്രചാരണം നടത്തിയിട്ടുണ്ട്. വലിയ വിവാദങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നമുക്കറിയാം, സുരേഷ് ഗോപിയും ഗണേഷ് കുമാറും തമ്മിലുള്ള ഉണ്ടായിട്ടുള്ള വിവാദങ്ങൾ എന്തിന്റെ പേരിലായിരുന്നു? ഇപ്പോ ഗണേഷ് കുമാർ സുരേഷ് ഗോപിയെ കളിയാക്കിയത്. സുരേഷ് ഗോപിയുടെ വണ്ടിയിൽ മറ്റേ പഴയ പോലീസുകാരന്റെ തൊപ്പിയും ലാത്തിയും ഒക്കെ ഉണ്ട്, അതുകൊണ്ടാണ് അദ്ദേഹം ഈ രീതിയിൽ സംസാരിക്കുന്നത്. അപ്പോൾ എവിടെ വന്നാലും കുഴപ്പമില്ലായിരുന്നു. കേരളത്തിന് വേണ്ടിയിട്ട് ഒരു എയിംസ് ഒന്ന് പരാമർശിച്ചു പോയിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. പക്ഷെ ഇതൊന്നുമില്ല. കേരളത്തെ അപ്പാടെ അവഗണിച്ചിട്ടുണ്ട് എന്നത് യാഥാർത്ഥ്യമാണ്. കേരളത്തെ സാമ്പത്തികമായിട്ട് ഞെരുക്കുന്നത് നമ്മൾ കണ്ടതാണ്. അതിനുശേഷം കേരളത്തെ പരിഗണിക്കുക പോലും ചെയ്യാത്ത രീതിയിൽ ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളായിരുന്നു കേരളത്തിന്റെ ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നത്. അപ്പോൾ അതിനകത്ത് പുതിയ റെയിൽ പദ്ധതിയെ പറ്റി അതൊക്കെ പറയുന്നുണ്ടായിരുന്നു. പക്ഷേ കേന്ദ്രത്തിന്റെ ബഡ്ജറ്റിൽ ഒരു റെയിൽ പദ്ധതി പോലും കേരളത്തിന് വേണ്ടി ഇല്ല എന്ന് പറയുന്നത് വളരെ ദയനീയമായിട്ടുള്ളൊരു കാര്യമാണ്. കേരളത്തിന്റെ വികസനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ BJPയുടെ MP-മാർ വരണം, BJPയുടെ ഭരണസമിതി വരണം എന്നൊക്കെ പറഞ്ഞു. നരേന്ദ്രമോദി കേരളത്തിലേക്ക് വന്നു. നരേന്ദ്രമോദി കേരളത്തിൽ വന്നിട്ടും കേരളത്തെ പരിഗണിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഇത് തന്നെ ആയിരിക്കാം ഇനി സംഭവിക്കാൻ പോകുന്നത്. അതെ, കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപും നടത്തിയ പ്രചാരണങ്ങളിൽ വലിയൊരു ഭൂരിഭാഗം എന്ന് പറയുന്നത് നരേന്ദ്രമോദി കേരളത്തിലേക്ക് വരുന്നു, കേരളത്തിലേക്ക് ഒരു വികസന കുത്തൊഴുക്കുണ്ടാകാൻ പോകുന്നു, ഇതൊക്കെ നമ്മൾ കണ്ടിരുന്നു. അപ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷൻ BJP പിടിച്ചെടുത്തതോടുകൂടി അവിടുത്തെ മേയറായ VV രാജേഷ് വീണ്ടും ഇത് ഊന്നി പറയുകയാണ് ചെയ്തത്. കേരളത്തിൽ വലിയ വികസനം കൊണ്ടുവരും, BJP വലിയ വികസനം കൊണ്ടുവന്നിരിക്കും, നരേന്ദ്രമോദി നേരിട്ട് വന്ന പ്രഖ്യാപനങ്ങൾ നടത്തുമെന്നൊക്കെയായിരുന്നു. പക്ഷെ ഇതെല്ലാം വെള്ളത്തിൽ വരച്ച വര പോലെ അങ്ങ് മാഞ്ഞുപോയി. എന്നാലും ഒരു വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടിട്ടെങ്കിലും ഒരു പ്രഖ്യാപനങ്ങൾ അല്ലെങ്കിൽ കുറെ അധികം പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമെന്നുള്ളൊരു പ്രതീക്ഷ കേരളത്തിലുള്ള ജനത്തിനുണ്ടായിരുന്നു. കാരണം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് പിടിക്കേണ്ടത് അവരുടെ കൂടി ആവശ്യമാണ്. ഇപ്പോൾ VV രാജേഷിനെ പോലുള്ള നേതാക്കൾ അവകാശപ്പെടുന്നതനുസരിച്ചാണെങ്കിൽ 86-ലധികം സീറ്റോളം BJP നേടുമെന്ന് പറയുന്നുണ്ട്. 2ാം സ്ഥാനത്തെത്തിയ എല്ലാ മണ്ഡലങ്ങളിലും 1ാം സ്ഥാനത്തേക്ക് എത്തും, A ക്ലാസ് മണ്ഡലങ്ങൾ എല്ലാം പിടിച്ചെടുക്കും, അങ്ങനെ പല അവകാശവാദങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. ഈ സാഹചര്യങ്ങളെല്ലാം ഉണ്ടായിട്ടും ഇത്തരം ഒരു പ്രഖ്യാപനം ഉണ്ടായില്ല. ഇന്ന് അതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അത്രത്തോളം പ്രാധാന്യം മാത്രമേ കേരളത്തിന് കൊടുത്തിട്ടുള്ളൂ എന്ന് തന്നെയാണ്. ഇതിനപ്പുറത്തേക്ക് വലിയ വ്യാഖ്യാനങ്ങളൊന്നുമില്ല. കേരളത്തിൽ ഈ പറഞ്ഞ വികസന പ്രവർത്തനങ്ങൾ നടക്കണമെങ്കിൽ BJP ഇവിടെ ഭരണം പിടിക്കട്ടെ എന്നുള്ള നയം തന്നെയാണ് അവർ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ ഇവിടെ BJPക്ക് വോട്ട് കൊടുക്കൂ, സംസ്ഥാനം BJP ഭരിക്കുന്ന ഒരു തരത്തിലേക്ക് കാര്യങ്ങൾ പോട്ടെ. അവർ പറയുന്നതനുസരിച്ചാണെങ്കിൽ 2036 BJP കേരളം ഭരിക്കട്ടെ, എന്നിട്ട് ഞങ്ങൾ പ്രഖ്യാപനങ്ങൾ നടത്താം, എന്നിട്ട് നിങ്ങൾക്ക് വികസനം കൊണ്ടുതരാം എന്നൊരു പറയുന്ന ഒരു പറ്റിക്കൽ നടപടിയിലേക്കല്ലേ ഇത് പോകുന്നത്? തീർച്ചയായിട്ടും ഇതൊരു പറ്റിക്കൽ നടപടി തന്നെയാണ്. ഞങ്ങൾക്ക് അധികാരം തന്നെങ്കിൽ മാത്രമേ ഞങ്ങൾ വികസനങ്ങൾ കൊണ്ടുവരൂ എന്ന് പറയുന്നത് വളരെ ഇപ്പോ സുരേഷ് ഗോപി MP ആണ്, അദ്ദേഹത്തിന്റെ മണ്ഡലത്തിലേക്ക് വികസനങ്ങൾ കൊണ്ടുവരൂ. ഇപ്പോൾ BJPക്ക് വേണ്ടിയിട്ട് ഒരു MP പാർലമെന്റിലേക്ക് അയച്ചു.
അദ്ദേഹം കേന്ദ്രമന്ത്രിയാണ്. അപ്പോൾ കേന്ദ്രമന്ത്രി ആയിരിക്കുന്ന ഒരാളുടെ സ്ഥലത്ത് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ മണ്ഡലത്തിൽ വികസനങ്ങൾ കൊണ്ടുവരാൻ അദ്ദേഹം പ്രാപ്തനാകട്ടെ. ഇപ്പോൾ കേരളത്തിൽ ആലപ്പുഴയിലൊന്നും വേണ്ട, എയിംസ് വേണ്ട. അപ്പോൾ അദ്ദേഹത്തിന്റെ മണ്ഡലമുണ്ടല്ലോ, തൃശ്ശൂർ എയിംസ് കൊണ്ടുവരാറുണ്ടല്ലോ. അപ്പോൾ അദ്ദേഹത്തിന്റെ ആഗ്രഹമായിരുന്നു, ഞാൻ തൃശ്ശൂർ MP ആണെങ്കിൽ പോലും എനിക്ക് ആലപ്പുഴയിലാണ് എനിക്ക് എയിംസ് കൊണ്ടുവരേണ്ടത് എന്ന് അദ്ദേഹം ശക്തമായി വാദിച്ചു. എന്നാൽ അത് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള പ്രയത്നം അദ്ദേഹം നടത്തണ്ടേ? അല്ലെങ്കിൽ ഇതിൽ പോലും ഒരു പരാമർശം പോലും എയിംസുമായി ബന്ധപ്പെട്ട് നടത്താതെ പോകുമ്പോൾ, കേരളത്തെ അപ്പാടെ അവഗണിക്കുമ്പോൾ, സാമ്പത്തികമായിട്ട് ഞെരുക്കുമ്പോൾ കേരളം എന്ത് ചെയ്യണം? BJPയുടെ കയ്യിലേക്ക് തിരുവനന്തപുരം കോർപ്പറേഷൻ അടക്കം BJPയുടെ കയ്യിലേക്ക് പോയി. എന്തെങ്കിലും വികസനങ്ങൾ കേരളത്തിന് വേണ്ടി ഞങ്ങൾക്ക് വേണ്ടിയിട്ട് രാഷ്ട്രീയപരമായിട്ടായിരുന്നെങ്കിൽ തിരുവനന്തപുരം കോർപ്പറേഷൻ ഞങ്ങൾ BJPക്ക് തന്നിട്ടുണ്ട്. ഇപ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷൻ ഞങ്ങൾ BJPക്കാർക്ക് തന്നതുകൊണ്ട് നിങ്ങൾക്ക് ഒരു പദ്ധതി എന്ന് പറഞ്ഞിട്ട് തരാൻ വേണ്ടിയിട്ടെങ്കിലും ഒരു പദ്ധതി ഉണ്ടോ? ഇവിടുത്തെ BJPയുടെ അധികാരത്തിലിരിക്കുന്ന ആളുകൾ, ഇപ്പോൾ BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് ഉൾപ്പെടെ വായടച്ച് മിണ്ടാതിരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് പൊക്കോണ്ടിരിക്കുകയാണ് കാര്യങ്ങൾ. അതെ, ഇപ്പോൾ കേരളത്തിൽ BJP ഭരണം പിടിക്കുമെന്ന് അവർ പറയുമ്പോൾ ഇനി എന്ത് കാണിച്ച് ഇവർ വോട്ട് ചോദിക്കുമെന്നുള്ള ചോദ്യമാണ് ബാക്കിയാകുന്നത്. ഇപ്പോൾ VV രാജേഷ് ആയിക്കോട്ടെ, ശോഭാ സുരേന്ദ്രൻ ആയിക്കോട്ടെ, സുരേന്ദ്രൻ ആയിക്കോട്ടെ, ഈ പറഞ്ഞ എല്ലാ നേതാക്കളും വീട് കയറി വോട്ട് ചോദിക്കുമ്പോൾ ഞങ്ങൾ നിങ്ങൾക്ക് എന്ത് തരുമെന്ന് പറഞ്ഞ് വോട്ട് ചോദിക്കുമെന്നാണ്. അപ്പോൾ രാവിലെ ഒരു റിപ്പോർട്ട് വായിച്ചിരുന്നു. കുമ്മനം രാജശേഖരന്റെ നേതൃത്വത്തിൽ വലിയ രീതിയിലുള്ള പ്രചാരണ പരിപാടികൾ ആരംഭിക്കുകയാണ്. ഗ്രാസ് റൂട്ട് ലെവലിലുള്ള പ്രചാരണ പരിപാടികൾ ആരംഭിക്കുന്നു. അപ്പോൾ ഇവർ എന്ത് കാണിച്ചാണ് വോട്ട് ചോദിക്കാൻ പോകുന്നത് എന്നുള്ളതാണ്. അപ്പോൾ കേന്ദ്രം ശരിക്കും വെട്ടിലാക്കിയിരിക്കുന്നത് കേരളത്തിലെ BJP നേതാക്കളെ കൂടിയാണ്. അവരുടെയും കൂടി ഉത്തരം മുട്ടിക്കുന്ന ഒരു നടപടിയാണ് ഇവരിപ്പോൾ എടുത്തിരിക്കുന്നത്. കേരളത്തിന് വേണ്ടി തരാനെന്ന് പറയാൻ ഒന്നുമില്ല. നിങ്ങൾ വോട്ട് തരൂ, ഞങ്ങൾ നിങ്ങൾക്ക് വികസനം തരാമെന്ന് പരോക്ഷമായി ഹിന്ദിയിൽ പറയുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനി അടുത്ത UDF സർക്കാർ ഭരണത്തിൽ വന്നാൽ പോലും ഈ പറഞ്ഞ എയിംസ് ഒരു സ്വപ്നമായിരിക്കും. ഇനി അടുത്ത 5 വർഷം CPM-നും BJP-ക്കും പറയാൻ ഒരു ആയുധമാകും, നിങ്ങൾക്ക് എയിംസ് കൊണ്ടുവരാൻ പറ്റിയില്ലല്ലോ, നിങ്ങൾക്ക് എയിംസ് ഇല്ലല്ലോ എന്ന് പറയാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിലേക്ക് UDF-നെയാണ് ഇപ്പോൾ തള്ളിക്കൊണ്ട് പോയിരിക്കുന്നത്. അല്ല, ആരെ തള്ളിക്കൊണ്ട് പോയി കഴിഞ്ഞാലും ഇനി അടുത്ത 5 വർഷം കഴിയുമ്പോഴത്തേക്കും കേരളം ഉണ്ടാകുമോ ഇല്ലയോ എന്നൊരു ചോദ്യചിഹ്നമുണ്ട്. കേരളത്തെ അപ്പാടെ കുഴിച്ചെടുത്തുകൊണ്ട് പോകാനുള്ള ടെൻഡറുമായിട്ടാണ് വരുന്നത്. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ തന്നെ കേരളത്തിൽ പാറ പൊട്ടിക്കുന്ന ആളുകളൊക്കെ വന്നിട്ട് ഒന്നുമില്ല, വരുക, പൊട്ടിക്കുക, മൊത്തത്തിൽ കുഴിച്ചെടുത്തോണ്ട് പോവുക, വലിയൊരു ദ്വാരമുണ്ടാക്കി ആ ഭൂപ്രദേശത്ത് വലിയ ചലനങ്ങളൊക്കെ സൃഷ്ടിച്ചിട്ട് ആളുകളെ ഭയപ്പെടുത്തിയിട്ട് പോകുന്ന സാഹചര്യങ്ങളുണ്ട്. ഇപ്പോൾ പലപ്പോഴും കേരളത്തിന്റെ പല ഭാഗങ്ങളും വെച്ച് നോക്കിയാൽ മതി, ആലപ്പാട് പോലുള്ള സ്ഥലങ്ങളിലൊക്കെ ഇപ്പോഴും സമരങ്ങൾ നടക്കുന്നുണ്ട്. എന്തിന്റെ പേരിലാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോഴും ഈ കരിമണലുമായി ബന്ധപ്പെട്ട്, ഖനനം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടും ഇപ്പോൾ കടൽ കയറുന്നത്, അതേപോലെ തന്നെ ഈ ധാതുക്കൾ കുഴിച്ചെടുത്തുകൊണ്ട് പോകുന്നത്. അപ്പോൾ ഇത് വലിയ രീതിയിൽ ഭൂമിയിലെ മണ്ണിനെ കുഴിച്ചെടുത്തോണ്ട് പോകുമ്പോൾ അവിടെ വലിയ രീതിയിലുള്ള പ്രകൃതി ക്ഷോഭങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. കേരളത്തിൽ 2018 ശേഷം ഇങ്ങോട്ടുണ്ടായിട്ടുള്ള വലിയ പ്രകൃതി ദുരന്തങ്ങൾ നമ്മൾ എടുത്തു വെച്ച് നോക്കിക്കഴിഞ്ഞാൽ നമ്മളെ ഞെട്ടിക്കുന്നതാണ്. ഓരോ കണക്കുകളാണെങ്കിൽ പോലും, അതിൽ മരണപ്പെട്ട ആളുകളുടെ ആണെങ്കിൽ പോലും, ഇപ്പോൾ നമുക്കറിയാം ചൂരൽമല ദുരന്തമാണെങ്കിൽ പോലും, 2018 പ്രളയമാണെങ്കിൽ പോലും, അതിനുശേഷം ഇങ്ങോട്ടുണ്ടായിട്ടുള്ള വീണ്ടും ചെറിയ ചെറിയ പ്രളയങ്ങൾ, ഇതെല്ലാം പ്രകൃതി ദുരന്തങ്ങൾ കേരളത്തെ കാർന്നെടുത്തുകൊണ്ട് പോകുന്ന സമയത്താണ് കേരളത്തെ ധാതുക്കൾ കുഴിച്ചെടുത്തുകൊണ്ടുള്ള ടെൻഡറുമായിട്ട് കേന്ദ്രം വരുന്നത്. അപ്പോൾ വരാൻ പോകുന്ന ആളുകൾ എങ്ങനെ, ഇപ്പോൾ ഇടയ്ക്ക് വെച്ച് വലിയ രീതിയിലുള്ള ട്രോളുകളൊക്കെ ഉണ്ടായിരുന്നു, കൊല്ലത്ത് ഞങ്ങൾക്ക് സ്വന്തമായിട്ട് പെട്രോൾ ഉണ്ട്, പെട്രോൾ കുഴിച്ചെടുക്കാൻ പോകുന്നു എന്നുള്ള രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അതേപോലെ എൻ്റെ വീട്ടിന്റെ ഫ്രണ്ടിൽ കിടക്കുന്നത് ധാതുമണലാണ്, കുഴിച്ചെടുത്ത് ഞാനിപ്പോൾ കോടീശ്വരനാകും എന്ന് പറഞ്ഞ് ഇനി ആരൊക്കെ വരുമെന്ന് നമുക്ക് കാണാം.